നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. തീരദേശ മേഖലയിൽ കടൽക്ഷോഭം തുടരുന്നു. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും പുറത്തേക്ക് വിടുന്ന വെള്ളത്തിന്റെ അളവും കുറച്ചു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ തീരദേശത്ത് കടൽക്ഷോഭം പരിഹരിക്കുന്നതിന് നടപടികൾ വൈകുന്നു. കടൽ ഭിത്തി അടിയന്തരമായി നിർമ്മിക്കണമെന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചിറ്റാട്ടുകരയിൽ നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കെട്ടിടം എളവള്ളി പഞ്ചായത്തിന് കൈമാറാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. വൈറൽ പനിക്കൊപ്പം ഡെങ്കിപ്പനി, സിക്ക വൈറസ്, ചിക്കൻ ഗുനിയ രോഗങ്ങൾ പടരുന്നതേറിയിട്ടുണ്ട്. സ്വയം ചികിത്സ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. മണ്ണമ്പേട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. നടപ്പുരയിലും ഉപപ്രതിഷ്ഠയ്ക്ക് മുൻപിലും സ്ഥാപിച്ചിരുന്ന 2 ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം. പണം കവർന്ന ശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചിറ്റണ്ട കാർത്തിക പാടശേഖരത്തിൽ നെൽവയിൽ തരമാറ്റി നികത്താൻ സ്വകാര്യ വ്യക്തിയുടെ നീക്കം. പാടശേഖര സമിതിയും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത്. PN പണിക്കർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ 100-ൽ പരം വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുന്ന വായനാ മാസാചരണ പരിപാടിക്ക് തുടക്കമായി. അയ്യന്തോൾ നിർമ്മല കോൺവെന്റ് UP സ്കൂളിൽ മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ഈസ്റ്റ് ഇലക്ട്രിക്കൽ ഡിവിഷന് കീഴിലുള്ള പുത്തൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ റെസിഡൻസ് അപെക്സ് കൌൺസിൽ ഓഫ് കേരളയുടെ 5ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കൌൺസിൽ യോഗവും ശനിയാഴ്ച തൃശൂരിൽ നടക്കും. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡിലെ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സർക്കാർ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡ് തകർന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. വെള്ളിക്കുളങ്ങര കപ്പേള ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് പരിസരം, പെട്രോൾ പമ്പ് പരിസരം എന്നിവിടങ്ങളിലായി നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സൌഹാർദ്ദ വസ്ത്രങ്ങളുമായി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ ഫാഷൻ ഷോ. വ്യവസായി വിപിൻ പാറമേക്കാട്ടിൽ ഫാഷൻ ഷോ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പഞ്ചായത്ത് അംഗം MK ജോസ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയും കുണ്ടന്നൂർ സെന്റ് ജോസഫ് സ്കൂളും സംയുക്തമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ അച്യുതൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തിന് പൂക്കളം തീർക്കാൻ സ്വന്തമായി പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ഒരുങ്ങി കയ്പമംഗലം മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾ. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പെരിഞ്ഞനം ഈസ്റ്റ് AM LP സ്കൂളിൽ ET ടൈസൺ MLA നിർവഹിച്ചു. വട്ടായി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് യോഗം ചേർന്നു. 6 വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PB ദിലീപിനെയും വിരമിക്കുന്ന വാച്ചർമാരായ രാജപ്പൻ, അയ്യപ്പൻ, ഭരതൻ എന്നിവരെയും ആദരിച്ചു. CPM നേതാവ് VT കുമാരന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. കാക്കശ്ശേരിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ചിറ്റാട്ടുകര CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. അമ്മയുടെ ഓർമ്മദിനത്തിന്റെ ഭാഗമായി കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ യൂണിഫോം നൽകി കുടുംബാംഗങ്ങൾ. കാക്കശ്ശേരി ഇരിങ്ങപ്പുറത്ത് അമ്മണിയുടെ ഓർമ്മയ്ക്കായാണ് കുടുംബം വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ യൂണിഫോം സൌജന്യമായി വിതരണം ചെയ്തത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി മറ്റത്തൂരിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം SYS തൃശൂർ സോൺ പ്രസിഡന്റ് അഷ്റഫ് സായിദി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ നാർക്കോട്ടിക് സെൽ ASI സനീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഓണത്തിനെ വരവേൽക്കാൻ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ചെണ്ടുമല്ലി തോട്ടങ്ങൾ ഒരുക്കി മേലൂർ പഞ്ചായത്ത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു.
പുതുക്കാട് CJ ഓഡിറ്റോറിയത്തിന് സമീപം റോഡിൽ മരപ്പെട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കഴുത്തിലും ദേഹത്തും മുറിവേറ്റ പാടുണ്ട്. കലാസാഹിത്യ സാംസ്കാരിക സാമൂഹ്യ സംഘടനയായ അക്ഷരജ്യോതിയുടെ ആഭിമുഖ്യത്തിൽ പി. ചിത്രൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ യോഗം മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തെറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശക്തമായ മഴയിൽ കുന്നംകുളം കുറുക്കൻപാറയിൽ വീടിന്റെ ചുമരിടിഞ്ഞു വീണു. കുറുക്കൻപാറ വീട്ടിൽ ഷൈജുവിന്റെ വീടിന്റെ ചുമരാണ് ഇടിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. വടക്കാഞ്ചേരി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഹരി നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ GP ശ്രേയസ് നിർവഹിച്ചു. തളി നെഹ്റു സ്മാരക വായനശാല ANM UP സ്കൂളിലെ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. വായനശാല സെക്രട്ടറി CK വിനോദ്, ജോയിന്റ് സെക്രട്ടറി TPA ഹമീദ്, ലൈബ്രറിയൻ C ഗീത തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചു. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം CR റോസിലി ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ജനജീവിതം ദുസ്സഹമാക്കുന്ന കരാർ കമ്പനിക്ക് ഒത്താശ ചെയ്യുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിക്കുമെതിരെ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചന്തപുര ബൈപ്പാസിൽ നടന്ന സമരം CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരെ വായനക്കാർക്ക് പരിചയപ്പെടുത്തി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി. പുരോഗമന കലാസാഹിത്യ സംഘം യൂണിറ്റ് പ്രസിഡന്റ് T വർഗീസ് എഴുത്തുകാരെ പരിചയപ്പെടുത്തി. വേലൂർ പുലിയന്നൂർ സെന്ററിലെ വൻമരങ്ങൾ ബസ് കാത്തിരിപ്പുകാർക്കും ഓട്ടോറിക്ഷ സ്റ്റാൻഡിനും ഭീഷണിയാകുന്നു. പഞ്ചായത്ത് അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും മരങ്ങൾ മുറിക്കാനോ ശാഖകൾ വെട്ടാനോ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ. കേരള സംഗീത നാടക അക്കാദമിയുടെ അമേച്ചർ നാടക മത്സരം നിർത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി. ജീവനാഡിയായ അമേച്ചർ നാടക പ്രസ്ഥാനങ്ങളെയും കലാസമിതികളെയും വീണ്ടെടുക്കുന്നതിനായി വിപുലമായ പദ്ധതികളാണ് അക്കാദമി നടപ്പാക്കുന്നതെന്നും കരിവള്ളൂർ മുരളി. ലഹരി വിരുദ്ധ സന്ദേശവുമായി നാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ റാലിയും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. സിവിൽ പോലീസ് ഓഫീസർ PA ഫിറോസ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥിയായ ഭാമ സുധീർ രചിച്ച ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരം വെൽക്കിൻസ് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ പ്രകാശനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ സുജാത ഗോപിനാഥ് ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ ചെസ് സെലക്ഷൻ ടൂർണമെന്റ് ഞായറാഴ്ച തൃശൂരിൽ നടക്കും. അണ്ടർ 19, അണ്ടർ 7 മത്സരങ്ങളിൽ ഓപ്പൺ ഗേൾസ് വിഭാഗങ്ങളായി ജില്ലയിലെ 200ഓളം പേർ പങ്കെടുക്കും. വെങ്കിടങ്ങ് GMLP സ്കൂളിൽ ബാല പദ്ധതി പ്രകാരം നവീകരിച്ച പാർക്ക് വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. മരോട്ടിച്ചാലിൽ കാട്ടാനയിറങ്ങി നേന്ത്രവാഴ കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ തോട്ടത്തിലെ 100ഓളം നേന്ത്രവാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ നേതൃത്വത്തിൽ കടകൾ അടച്ചുള്ള 48 മണിക്കൂർ രാപ്പകൽ സമരം ജൂലൈ 8, 9 തീയതികളിൽ നടക്കും. വേതന പാക്കേജ് കാലാനുസൃതമായി പരിഹരിക്കുക, ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണ സെമിനാർ സംഘടിപ്പിച്ചു. ജൂനിയർ റെഡ് ക്രോസിന്റെയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെയും സോഷ്യൽ സയൻസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ചലച്ചിത്ര താരം സിദ്ദിഖിന്റെ മകൻ റാഷിൻ അന്തരിച്ചു. 37 വയസ്സായിരുന്നു. ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കബറടക്കം നടത്തി. ചിറ്റാട്ടുകര എളവള്ളി പഞ്ചായത്തിലെ ജലനിധി ശുദ്ധജല ശുചിത്വ പദ്ധതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന 20 ലിറ്റർ ജാർ ഫില്ലിംഗ് യൂണിറ്റിന് തറക്കല്ലിട്ടു. പഞ്ചായത്തിലെ കുടുംബങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ ശുദ്ധജലം എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിക്കായി 31 ലക്ഷം രൂപയാണ് ചിലവിടുന്നത്. സുരേഷ് ഗോപിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ ആം ആദ്മി പ്രവർത്തകനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. PG വിദ്യാർത്ഥി ശ്യാം കാട്ടൂരാണ് അറസ്റ്റിലായത്.
വ്യാപാര ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കേസ്മാർട്ട് പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ചെറുകിട ഇടത്തരം വ്യാപാരികളെ അധിക ബാധ്യതയിലേക്ക് തള്ളിവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. മാലിന്യമുക്ത നവകേരളയുടെ ഭാഗമായി എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശത്തെ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. വെള്ളം പരിശോധനാ റിപ്പോർട്ടില്ലാത്ത 5 സ്ഥാപനങ്ങൾ കണ്ടെത്തി. 4 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.